ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെയും അറിയിക്കുന്നു. ചില ദിവസങ്ങൾ ഞാൻ യൂട്യൂബിന് ഇൻവിസിബിളായിരുന്നു, എന്നാൽ സർവേശ്വരന് ഞാൻ വിസിബിളായിരുന്നു. മഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പനിയും മറ്റ് പ്രയാസങ്ങളും അതോടൊപ്പം വ്യക്തിപരമായ ചില ആവശ്യങ്ങളും ഉള്ളതുകൊണ്ട് സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ചില ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പാകെ എത്താനായിട്ട് സാധിച്ചത്. എൻ്റെ യാത്രയിലുടനീളം സാധാരണ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ വന്ന് വീഡിയോ എടുത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊക്കെ അതിൻ്റെ പടിപടിയായി നടക്കുകയുണ്ടായിരുന്നു. സഹജീവികളായ പട്ടിയും പൂച്ചയും ഒക്കെ അവിടെ ഒക്കെ വെച്ച് കാണാറുണ്ട്. അവർക്കൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരുടെയൊക്കെ സന്തോഷം ആസ്വദിച്ചാണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. അത് മനസ്സിന് വളരെ കുളിർമയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പരമകാരുണ്യനായ ഈശ്വരൻ നമ്മുടെ സഹജീവികളെയും പക്ഷിമൃഗാദികളെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അവയോട് മനുഷ്യനെന്ന നിലയ്ക്ക് നമ്മളുടെ സ്നേഹവും കരുതലും കരുണയും ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പിന്നെ എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേഘത്തിലുള്ള രണ്ടാം വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങളും അടയാളങ്ങളുമെല്ലാം അവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പ്രത്യാശയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് സന്തോഷം പകരുന്ന ഒന്നാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. ഈ ശരീരത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കെന്തെല്ലാം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നാം അഭിമുഖീകരിക്കുന്നു എന്ന് ഉള്ളത് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ രൂപാന്തരം പ്രാപിച്ച ഒരു ശരീരത്തിൽ നാം കർത്താവിനെ പോലെ ആയിത്തീരുകയും കർത്താവിനോടൊപ്പം സ്വർഗരാജ്യത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യർക്ക് കിട്ടുന്ന ഒരു പ്രമോഷനാണ്. അത് ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ ഞാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയ പ്രേക്ഷകരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം അത്ര ഈസി അല്ല. വളരെ എളുപ്പമങ്ങ് പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല സ്വർഗരാജ്യം. അതിന് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ തിരുവചനം നാം അനുദിനവും വായിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് കയറുന്നതിന് തുല്യമാണ്. വചനം വായിച്ച് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. അത് സ്നേഹത്തോടെ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഓർപ്പിക്കട്ടെ. അനുദിനവും നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. എല്ലാ ദിവസവും കർത്താവിൻ്റെ വരവ് വരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരു ഒരുക്കം ആവശ്യമാണെന്ന് തിരുവചനം വായിച്ചപ്പോൾ എനിക്ക് വ്യക്തമായി ബോധ്യമായതാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ സമയം കണ്ടെത്തണം. അതോടൊപ്പം സഹജീവികളോടും മറ്റു മനുഷ്യരോടും നമ്മുടെ രാജ്യത്തോടും ലോകത്തിലുള്ള എല്ലാ വിവാഹ ജനങ്ങളോടും സ്നേഹത്തോടും സൗമ്യതയോടും കൂടെ പെരുമാറേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ് എന്ന് നമുക്ക് അറിയാവുന്ന വസ്തുതയാണല്ലോ. എന്നാൽ ദൈവരാജ്യത്തിന് പോകാൻ താല്പര്യമില്ലാത്ത, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ഭൂമുഖത്തുള്ളത് നമുക്കറിയാവുന്ന സത്യമാണ്. സത്യസുശേഷം അവരെ നമ്മൾ ബോധ്യപ്പെടുത്തിയാലും സത്യം പറഞ്ഞു കൊടുത്താലും സത്യം വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്ത, അസത്യത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ നിത്യനരകത്തിലേക്ക് പോകാൻ വേണ്ടി വളരെ തയ്യാറെടുപ്പോടുകൂടി ഒരുക്കത്തോടു കൂടി
അവർ ഒരുങ്ങുന്നത് നമുക്ക് ചുറ്റുപാട് നമുക്ക് കാണുവാൻ കഴിയും. അക്രമങ്ങളും അക്രമ രാഷ്ട്രീയങ്ങളും, സുവിശേഷ വിരോധികളായി, ദൈവത്തിന് വിരോധികളായി, സാമൂഹ്യ വിരുദ്ധരായി, യാതൊരു നല്ല കാര്യത്തിനും കൊള്ളാത്ത മനുഷ്യരായി ഒരു കൂട്ടം മനുഷ്യരും ഈ ഭൂമിയിലുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവരുടെ ലക്ഷ്യം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. യാതൊരു പ്രത്യാശയുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാനായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ നിത്യനരകത്തിലേക്ക് പോകാൻ വേണ്ടി അവർ വളരെയധികം കഷ്ടം സഹിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നത് നമുക്ക് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നാശം വരുത്തി വയ്ക്കരുത്. നമ്മുടെ ആത്മാവിന് മരണമില്ല. ആകയാൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അക്ഷരാർത്ഥം നാം പൊരുതേണ്ട ആവശ്യമാണ്. ബലാൽക്കാരെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നുവെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനായി നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങണമേ എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നതോടൊപ്പം എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളെ നേരുന്നു. എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം എന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടെ ഇന്നത്തെ വാക്കുകൾക്ക് അടിവരയിടുന്നു. ദൈവം നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.